ട്രംപിനെയും ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ വേറൊരു സമാന്തര സംവിധാനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അത് എപ്പോഴും ഉണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വേറൊരു സംഗതി അവിടെ ഉണ്ട്. അത് പലപ്പോഴും ഈ പ്രസിഡൻറ്റുമായി ഒത്താണ് പോകാറ്. പക്ഷേ ഇപ്പോൾ പ്രസിഡൻറ്റുമായിട്ട് പൂർണ്ണമായും ഒത്തുപോകുന്നില്ലയോ എന്നുള്ളത് സംശയം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ട്രംപ് അതിന് ചെയ്യുന്നത് താഴത്തെ തട്ടിലുള്ള ജനതയെ തൻ്റെ കൈവശമാക്കാനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള ജനതയിൽ വിശ്വാസം ഉണ്ട്. തിരിച്ച് ജനതയ്ക്കും ഇദ്ദേഹത്തോട് വിശ്വാസമുണ്ട്, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു ബിഗ് ബില്ലുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ബിഗ് ബിൽ എന്ന് പറഞ്ഞ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ ആ ബില്ല് പാസ്സാക്കിയെടുത്തു. കോൺഗ്രസിലും പാസ്സാക്കിയെടുത്തു, സെനറ്റിലും പാസ്സാക്കിയെടുത്തു. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഡെമോക്രാറ്റ്സിൻ്റെ കയ്യടി കിട്ടിക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു. അത് സാധാരണ ജനങ്ങളിലും വലിയ ഗുണമുണ്ടാക്കുമെന്നാണൊക്കെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് സാധാരണ ജനങ്ങളിലെ ടാക്സ് പ്രതിസന്ധിയിൽ ടാക്സ് ചുമത്തുന്നത് കുറച്ചുകൊണ്ട് കുത്തക കമ്പനികളുടെ ടാക്സ് കൂട്ടി അങ്ങനെ ഖജനാവിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ല, അതിലൊരു കാര്യം അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ളൊരു പെൻറ്റഗണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തേക്ക് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള വിശ്വാസ്യത, അല്ലെങ്കിൽ അതിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ളൊരു കാര്യം. മറുവശം ഈ ഡെമോക്രാറ്റുകളെ മനഃപൂർവ്വം പഴിചാരാൻ വേണ്ടി ഒരുപക്ഷെ ട്രംപ് അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ട്രംപുമായി ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെ വെളിപ്പെടുത്തിയത് ആയിക്കൂടെ എന്നുള്ള ചോദ്യം അത്തരത്തിലും ഒരു ഇതുണ്ട്. കാരണം അമേരിക്കൻ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം, ട്രംപ് ഭയങ്കര തന്ത്രശാലിയാണ്. അതെ. അപ്പോൾ അമേരിക്കൻ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവർ ആണ് ഈ രാഷ്ട്രത്തിനെ എന്നെയും ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും ഒരു വെർഷനുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിന് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകളുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയല്ല വരാറ്. സാധാരണ അവർ പ്രസിഡൻസിയുമായി ഒത്തുചേർന്നുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്താറ്. വളരെ അപൂർവമായ കാര്യങ്ങളിൽ മാത്രമേ അവർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വയ്ക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലാത്തൊരു നീക്കം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.